നമ്മൾ ജീവിക്കുന്നതൊക്കെ മരിച്ചു പോകുന്നതിന്റെ മുമ്പ് എന്തോ അടയാളപ്പെടുത്തലുകൾ നടത്താൻ വേണ്ടി കൂടിയാണ്, അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്വഭാവം നന്നാവണം, നമ്മൾ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കണം. ഈ വേനൽക്കാലത്ത് തോട്ടിലും തൊടിയിലും പാടത്തും വയലിലും പറമ്പത്തും കുഴികളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ വറ്റിപ്പോകും. ഒരു കുഴിയിലും ഇപ്പൊ വെള്ളം കാണൂലല്ലോ. മഴക്കാലത്തൊക്കെ എല്ലാ കുഴികളിലും വെള്ളം ഉണ്ടാവും. വേനൽക്കാലത്ത് സൂര്യതാപമേറ്റിട്ട് അതൊക്കെ വറ്റിപ്പോകും. പിന്നെ എവിടെ നിന്നാണ് തൊണ്ട വരണ്ട പക്ഷിപ്പറവകൾ, മൃഗങ്ങൾ, ഇഴജന്തുക്കള് ദാഹം ശമിപ്പിക്കുക? അവ എവിടുന്ന വെള്ളം കുടിക്കുക? അവ എവിടുന്ന തൊണ്ട നനക്കുക? നാം മനുഷ്യർക്ക് ആ സമയത്ത് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ടാപ്പ് തുറക്കാം, കിണറ്റിലേക്ക് കപ്പിയിൽ കയറ് ഘടിപ്പിച്ചിട്ട് തൊട്ടിയിട്ട് വെള്ളം മുക്കാം, മോട്ടർ ഓൺ ചെയ്യാം, ജലാശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഇതൊന്നും പക്ഷിപ്പറവകൾക്ക് കഴിയൂല. അപ്പൊ അവയെ പിന്നെ കണ്ടറിഞ്ഞ് സഹായിക്കേണ്ടത് ആരാണ്? നമ്മളാണ്. അതാരുടെ ധർമ്മമാണ്? നമ്മുടെ ധർമ്മമാണ്. അത് നമ്മളെ മക്കൾ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ലോകത്ത് വലിയൊരു ദ്രോഹം ചെയ്യുന്ന ജനവിഭാഗമായി നമ്മൾ മാറും. ഈ പൈക്കത്തിന്റെ പരിസരത്ത് കൂടെ ഒക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ ഈ മൈതാനങ്ങളിൽ അല്ലെങ്കിൽ റോഡ് സൈഡുകളിൽ ചില പറമ്പുകളിലൊക്കെ ഒറ്റപ്പെട്ട ചില പക്ഷികളൊക്കെ ചത്തുകിടക്കണ കാണുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും ആ ധാരണ അങ്ങോട്ട് ഓടാറില്ല. നമ്മൾ വിചാരിക്കും ഇതെന്തോ രോഗം വന്നിട്ട് ചത്തുപോയ പക്ഷിയാണ്. അല്ല, വേനലിന്റെ കൊടുമയിൽ ഒരിറ്റു വെള്ളം എവിടെയാണ് എന്ന് നോക്കി അന്തരീക്ഷത്തിലൂടെ ഗഗനവിധാനത്തിലൂടെ തന്റെ ചിറക് നിവർത്തി ആവോളം പറന്ന് അതിന്റെ വിഹക വീക്ഷണം, അതിന്റെ കണ്ണുകൊണ്ട് ഓരോ വീട്ടുമുറ്റങ്ങളെയും അത് നിരീക്ഷിച്ച് അതിന് വെള്ളം എവിടെയും കിട്ടുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ അവശയായി ഒരു സ്ഥലത്ത് പോയി തളർന്ന് ആ കിടത്തം അതിനെ മരണത്തിലേക്ക് നയിച്ചതാണെങ്കിൽ നമ്മളെല്ലാവരും കൂട്ടുപ്രതികളാണ്. ആരാ അതിന്റെ ഉത്തരവാദികൾ? അതുകൊണ്ടാണ് ഒരു തുള്ളി വെള്ളം നിങ്ങൾക്ക് തലക്ക് മുകളിൽ വർഷിപ്പിക്കുന്നവൻ റബ്ബ് തആലയാൻ, നിങ്ങൾക്ക് അന്നം തരുന്നവൻ റബ്ബ് തആലയാൻ. അവനോട് നന്ദിയുള്ളവരാകണം നിങ്ങൾ.